വേണേ നീ കേട്ടോ, എന്റെ ചെറുകഥാ മത്സരം വേണേ നീ കേട്ടോ. ഇത് വെച്ചോണേ. മാന്യ സദസ്സിന് ഈ കുഴിമാന്തി സാബുവിന്റെ നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എന്റെ കുട്ടിക്കാലത്തെ വിഷു ഓർമ്മകൾ. രാവിലെ 4 മണിയാകുമ്പോൾ ഒരു കാര്യമില്ല, ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ചവിട്ടി ഉണർത്തി കണി കാണിക്കും. കണി കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിന്റെ മുറ്റത്ത് കുത്തിയിരുന്ന് അത്തപ്പൂക്കൾ ഒരുക്കി ഓണത്തപ്പനെ വരവേൽക്കും. രാവിലെ 10 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പതാക ഉയർത്തി ഞങ്ങൾ സ്വാതന്ത്ര്യ സമയം ആഘോഷിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് കൃത്യം ചിക്കൻ കറിയും കൂട്ടി വിഭവസമൃദ്ധമായ വെജിറ്റേറിയൻ ഓണസദ്യ. അതിനുശേഷം ആഘോഷങ്ങളുടെ ഘോഷയാത്രയാണ്. തുമ്പി തുള്ളൽ, പിന്നെ തിരുവാതിര കളി, മാർഗം കളി, ഒപ്പന. അതിനുശേഷം ഞങ്ങൾ വർണ്ണശബളമായ പൊടികൾ വാരി എറിഞ്ഞ് ഹോളി ആഘോഷിക്കും. അതിനുശേഷം വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും കുത്തിയിരുന്ന് ഒരു കുഞ്ഞു പുൽക്കൂടുണ്ടാക്കും. എന്തിനാണെന്ന് അറിയാമോ? മാമൻ വൈകുന്നേരം ക്രിസ്മസ് കേക്കുമായിട്ട് വരുമല്ലോ. ആ ക്രിസ്മസ് കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈനും കുടിച്ചിട്ട് പപ്പാനിയുടെ വേഷം കെട്ടി മാമനെ കത്തിക്കും. പക്ഷെ രാത്രി 11:59 വരെ ഉള്ള ആഘോഷം. അതെന്താ? 12 പിന്നെ പുതുവത്സരമായില്ലേ? അണ്ണാ, നിനക്ക് തലയ്ക്ക് മാത്രമല്ല കേട്ടോ, വേറെ എവിടൊക്കെ അടി കിട്ടിയിട്ടുണ്ട്.